Hi friends, welcome to Ayesha's kitchen. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി പുഡിംഗ് റെസിപ്പിയാണ്. പൈനാപ്പിൾ പുഡിംഗ് റെസിപ്പി. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത റെസിപ്പി കൂടിയാണ് പൈനാപ്പിൾ പുഡിംഗ് റെസിപ്പി. പിന്നെ പൈനാപ്പിൾ കൊണ്ട് പുഡിംഗ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ആദ്യം പൈനാപ്പിൾ ചെറുതായിട്ട് നുറുക്കിയിട്ട് നമ്മളത് വേവിച്ചെടുക്കാനുണ്ട്. എന്നിട്ട് വേണം പുഡിങ്ങിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. വേവിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പൈനാപ്പിൾ നമ്മൾ നേരിട്ട് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ ഒരു കയ്പ്പ് രസം വരുന്നുണ്ട്. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോഴൊക്കെ കയ്പ്പ് രസം വരും. എല്ലാവർക്കും അറിയാവുന്നത് തന്നെ ആയിരിക്കും, പക്ഷെ ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ അടിപൊളി പുഡിംഗ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പൈനാപ്പിൾ പുഡിംഗ് തയ്യാറാക്കാൻ വേണ്ടി ആവശ്യമുള്ള ചേരുവകൾ. ഞാനിപ്പോൾ 2 കപ്പ് പൈനാപ്പിൾ ചെറുതായി നുറുക്കിയതാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറുതായിട്ട് നുറുക്കുക. പിന്നെ അതുപോലെ നിങ്ങൾ പൈനാപ്പിൾ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല പഴുത്തതുമല്ല അതുപോലെ നല്ല പച്ചയുമല്ല, ഒരു മീഡിയം പഴുപ്പുള്ള പൈനാപ്പിൾ എടുക്കണം. നല്ല മധുരം ഉണ്ടാവണം. അധികം പുളിയില്ലാത്ത പൈനാപ്പിൾ എടുക്കുക. പുളിയുള്ള പൈനാപ്പിൾ ആകുമ്പോൾ നമ്മൾ പുഡിങ്ങിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും പറയുന്നത്. നല്ല യെല്ലോ കളറുള്ള തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ 2 കപ്പ് പാല് വേണം നമുക്ക് ഇതിലേക്ക്. അപ്പോൾ 2 കപ്പ് പൈനാപ്പിൾ നുറുക്കിയതിലേക്ക് നമുക്ക് വേണ്ടത് 2 കപ്പ് പാലാണ്. അത് ആ ഒരു പ്രൊപ്പോർഷൻ തന്നെ നിങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ പഞ്ചസാര 5 ടേബിൾ സ്പൂൺ ഞാൻ പാലിൻ്റെ മിക്സ്ചറിലേക്കും എടുത്തിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ പൈനാപ്പിൾ ഒന്ന് വഴറ്റിയെടുക്കാനും വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ കുറച്ചുകൂടെ കൂട്ടിയെടുക്കാം കേട്ടോ നിങ്ങൾക്ക്. പിന്നെ ഇത് ബദാം സ്ലൈസ് ചെയ്തതാണ്. ഇത് ഒരു ഡെക്കറേഷന് വേണ്ടി മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് അല്പം ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ പാലിൻ്റെ മിക്സ്ചർ ഒരു യെല്ലോയിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു 2 ഡ്രോപ്സ് ഒക്കെ ചേർക്കുന്നുള്ളൂ. യെല്ലോ ഫുഡ് കളറാണ്. പിന്നെ നമ്മൾക്ക് മെയിനായിട്ട് വേണ്ടത് ചൈന ഗ്രാസ് ആണ്. ഞാനിപ്പോൾ ഒരു 7 ഗ്രാമോളം ചൈന ഗ്രാസ് എടുക്കുന്നുണ്ട്. അതിപ്പോൾ എങ്ങനെ മെഷർ ചെയ്യാമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. ഞാനിപ്പോൾ ഈ ഒരു പാക്കിൻ്റെ 1/3 ഭാഗമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണിപ്പോൾ ചൈന ഗ്രാസ്. ഇതിപ്പോൾ അഗർ എന്ന പേരിലുണ്ട്. അതുപോലെ ഇത് പ്യൂർ വെജാണ്. നമ്മൾ ജെലാറ്റിൻ പോലെയല്ല, ജെലാറ്റിൻ വെജ് അല്ല. അപ്പോൾ ഞാനത് പ്രിഫർ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ചൈന ഗ്രാസ് ആണ് പ്രിഫർ ചെയ്യുന്നത്. ഇത് 25 ഗ്രാംസിൻ്റെ ആണ് ഈ ഒരു പാക്ക്. അപ്പോൾ നമ്മളിതിൽ ഒരു 1/3 ഭാഗം എടുക്കുമ്പോൾ ഒരു 7 ഗ്രാം 8 ഗ്രാം ഏകദേശം വരും. അപ്പോൾ 7 ഗ്രാം 6 ഗ്രാമൊക്കെ എടുത്താൽ മതി ഈ ഒരു റെസിപ്പിയിലേക്ക്. അപ്പോൾ അങ്ങനെ മെഷർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം നമ്മൾക്ക് പൈനാപ്പിൾ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള പൈനാപ്പിൾ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പൈനാപ്പിളിൻ്റെ മധുരത്തിനനുസരിച്ച് വേണം നിങ്ങൾക്ക് ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മധുരം അധികം ഇല്ലാത്തതുകൊണ്ട് 4 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ യൂസ് ചെയ്യുന്ന പൈനാപ്പിൾ നല്ല മധുരം ഉള്ളതാണെങ്കിൽ അത്രയും വേണ്ട. പിന്നെ ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ. കാരണം പൈനാപ്പിളിലും പഞ്ചസാരയുടെ വെള്ളമൊക്കെ അതിൽ ഇറങ്ങി വരും. അപ്പോൾ നന്നായിട്ട് വെള്ളം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വറ്റിച്ചെടുക്കാനുണ്ട് നമുക്ക്. അപ്പോൾ പൈനാപ്പിൾ ഏകദേശം ഒന്ന് തിളയ്ക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കാനുള്ള കാരണം ഒരു യെല്ലോയിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പൈനാപ്പിളിന് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള പൈനാപ്പിൾ അധികം യെല്ലോ കളറില്ല. അപ്പോൾ യെല്ലോ കളറുള്ള പൈനാപ്പിളാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണ്ട. അല്ലാതെയാണെങ്കിൽ ഫുഡ് കളറൊക്കെ ചേർത്ത് കൊടുക്കുന്നതിലും ഏറ്റവും നല്ലത് മഞ്ഞൾപ്പൊടി ചേർക്കുന്നതാണ്. കണ്ടോ, നല്ലൊരു യെല്ലോയിഷ് കളർ കിട്ടിയത്. നല്ല നാച്ചുറൽ ആയിട്ടുള്ള കളർ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ടേസ്റ്റിൽ ഒരു വ്യത്യാസം വരില്ല കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ്. ഈ മഞ്ഞൾപ്പൊടിൻ്റെ ഒരു ടേസ്റ്റും വരില്ല. അപ്പോൾ അതുകൊണ്ട് പേടിക്കണ്ട. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ പൈനാപ്പിളിൽ ഒരുപാട് വെള്ളമുണ്ട്. ഈ വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി വരുന്നത് വരെ നമ്മൾ ഈ പൈനാപ്പിൾ കുക്ക് ചെയ്യണം. ഇപ്പോൾ നമ്മളുടെ പൈനാപ്പിൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിലേക്ക് അല്പം ബദാം സ്ലൈസ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. അത് മൊത്തത്തിൽ ആഡ് ചെയ്ത് കൊടുക്കണ്ട, ബാക്കി നമ്മൾക്ക് ഫൈനൽ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് എടുത്ത് വയ്ക്കാം. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ പൈനാപ്പിൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി പാലൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ പാല് തിളപ്പിക്കാൻ വേണ്ടി വെക്കുന്ന സമയത്ത് ചൈന ഗ്രാസും കൂടി ഒന്ന് മെൽട്ടാക്കി എടുക്കാം. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ചാവുമ്പോൾ നമുക്ക് സമയം ലാഭിക്കാം. അപ്പോൾ പാൽ അവിടെ തിളയ്ക്കാൻ വെക്കട്ടെ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് മെൽട്ടാക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 7 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് മെൽട്ടാക്കാൻ വേണ്ടി വെക്കാം. വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ, എപ്പോഴും പറയുന്നതാണ് എന്നാലും വീണ്ടും പറയുന്നു, വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വേണം നമ്മൾ ചൈന ഗ്രാസ് കുക്ക് ചെയ്തെടുക്കാൻ.
അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ വെള്ളത്തിൻ്റെ അളവ് എങ്ങനെയെന്ന് വെച്ചാൽ ഞാനിപ്പോൾ 7 ഗ്രാം ചൈന ഗ്രാസിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക വെള്ളം. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ മിൽക്ക് മിക്സ്ചർ വല്ലാണ്ട് തിന്നായി പോവും. അപ്പോൾ അതുകൊണ്ട് അതും കൂടി ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് ചൈന ഗ്രാസ് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ അവിടെ വേവിക്കാൻ വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് പാലും തിളപ്പിക്കാൻ വെക്കാം. അപ്പോൾ രണ്ടും നമ്മൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ചൈന ഗ്രാസ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനും ശ്രദ്ധിക്കുക, വിട്ടു പോകരുത് കേട്ടോ. ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, അതുപോലെ ചെറുതായിട്ടൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് മിൽക്ക് മെയ്ഡ്, അതായത് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. കാരണം ഒരുപാട് പേർക്ക് അത് കിട്ടുന്നില്ല എന്നുള്ള കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും രണ്ടും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പഞ്ചസാരയും കണ്ടൻസ്ഡ് മിൽക്കും കൂടി മധുരത്തിനനുസരിച്ച് നിങ്ങൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പാലൊന്ന് ചെറുതായിട്ടൊന്ന് തിക്കായി വരണം കേട്ടോ, അല്ലെങ്കിൽ വളരെ തിന്നായി പോകും. കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, അപ്പോൾ പെട്ടെന്ന് നമുക്ക് തിക്കായി കിട്ടും. അപ്പോൾ ഇതിലിപ്പം കണ്ടൻസ്ഡ് മിൽക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാത്തത് കൊണ്ട് പാല് വളരെ തിന്നായിട്ടുണ്ടാവും. അപ്പോൾ ചെറിയൊരു ഫ്ലെയിമിൽ വെച്ചിട്ട് പാല് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് തിക്കായി വരുന്നത് വരെ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മളുടെ മിൽക്ക് മിക്സ്ചർ നല്ല വൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് അല്പം ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ഡ്രോപ്സ് ഒക്കെ ചേർക്കുന്നുള്ളൂ, അല്പം മാത്രം യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഞാനിപ്പോൾ ഇത് വീഡിയോയിലായതുകൊണ്ടാണ് ഞാനിപ്പോൾ യെല്ലോ ഫുഡ് കളർ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാലിൽ അല്പം മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെ വരുമ്പോഴും നല്ലൊരു യെല്ലോ കളർ കിട്ടും. അപ്പോൾ ഇത്രയും കിട്ടിയില്ലെങ്കിലും നല്ലൊരു ചെറുതായിട്ടൊരു യെല്ലോയിഷ് കളർ കിട്ടും. അപ്പോൾ വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. അങ്ങനെ വരുമ്പോൾ മഞ്ഞൾപ്പൊടി വല്ലാണ്ട് ടേസ്റ്റിലൊന്നും വ്യത്യാസം വരുന്ന രീതിയിൽ ചെയ്യരുത് കേട്ടോ. അല്പം മാത്രം, നേരത്തെ കാണിച്ച പോലെ അല്പം മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫുഡ് കളർ ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചൈന ഗ്രാസിൻ്റെ മിക്സ്ചർ ഇപ്പോൾ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാലിൻ്റെ മിക്സ്ചറിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ചൈന ഗ്രാസ് ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ നമ്മളത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം പാലിൻ്റെ മിക്സ്ചർ, അല്ലെങ്കിൽ അത് കട്ടിയായി പോകും. ചൈന ഗ്രാസ് ചേർത്ത് ഒരു 2 മിനിറ്റ് ചെറിയ ഫ്ലെയിമിലൊന്ന് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, എന്നാലേ നന്നായിട്ട് കട്ടിയായി കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ മിൽക്ക് മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ പുഡിങ്ങിൻ്റെ മിക്സ്ചർ വേറൊരു ബൗളിലേക്ക് മാറ്റണം. അരിപ്പയിലൂടെ വേണം വേറൊരു ബൗളിലേക്ക് മാറ്റാൻ. നന്നായിട്ട് അരിക്കണം, എന്നിട്ട് വേണം മാറ്റാൻ. എന്നാലേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പുഡിങ് സെറ്റായി കിട്ടുള്ളൂ. ഇപ്പോൾ അരിപ്പയുടെ മുകളിൽ കിടക്കുന്നതൊക്കെ നമ്മൾ പുഡിങ് സെറ്റ് ആകുമ്പോൾ അതിൻ്റെ മുകളിൽ കിടക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് അരിപ്പയിലൂടെ അരിച്ചിട്ട് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ചൂടുള്ള പുഡിങ്ങിൻ്റെ മിക്സ്ചർ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിയ ശേഷം നമുക്കിത് പുഡിങ്ങിൻ്റെ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 മിനിറ്റൊക്കെ പുറത്ത് വെക്കാൻ പാടുള്ളൂ, അധികം നേരം വെച്ചാൽ അത് സെറ്റായി പോകും. അപ്പോൾ പുഡിങ്ങിൻ്റെ ട്രേ എടുത്തിട്ട് അതിൻ്റെ താഴത്തെ ലെയറായിട്ട് പൈനാപ്പിളും അതുപോലെ ബദാമും കൂടി ചേർത്തിട്ടുള്ള ഇത് ഒരു ലെയറായിട്ട് വെക്കാം. അത് മൊത്തത്തിൽ ആഡ് ചെയ്ത് കൊടുക്കരുത്, അതിൻ്റെ പകുതി മാത്രം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പുഡിങ്ങിൻ്റെ മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 2 ലെയറായിട്ടൊന്നും ചെയ്ത് കൊടുക്കുന്നില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചധികം നമ്മൾ തയ്യാറാക്കുവാണെങ്കിൽ ഇതുപോലെ 2 ലെയറായിട്ട് അല്പം ഒഴിച്ചു കൊടുത്ത് പിന്നെ കുറച്ച് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും പൈനാപ്പിൾ ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ 2 ലെയറായിട്ട് വെക്കാം. ഇതിപ്പോൾ ചെറിയ ട്രേയിലാണല്ലോ സെറ്റ് ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ 2 ലെയർ വെക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി ഇതിൻ്റെ മുകളിൽ വേറൊരു ലെയറായിട്ട് പൈനാപ്പിൾ ചോപ്പ് ചെയ്തത് ബാക്കിയുള്ളതും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് ചെറുതായിട്ടൊന്ന് തിക്കായ ശേഷം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് സെറ്റായി കിട്ടും മുകൾ ഭാഗത്ത്. അല്ലെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുത്ത ഉടനെ അത് താഴേക്ക് ഇറങ്ങിപ്പോവും പൈനാപ്പിൾ. അപ്പോൾ നമ്മൾക്ക് മുകൾ ഭാഗം കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് സെറ്റായിട്ട് ചേർക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല ഭംഗിയിൽ കിടക്കും. പിന്നെ ഇനി ഡെക്കറേഷന് വേണ്ടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ബദാം സ്ലൈസ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. ബദാം തന്നെ വേണമെന്നില്ല, കാഷ്യോ അല്ലെങ്കിൽ എന്തും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ചെറീസ് ഒക്കെ ചേർത്ത് കൊടുക്കാം, ചോക്കോ ചിപ്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം. നല്ല ഭംഗിയാണ് ചോക്കോ ചിപ്സ് ഒക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ.
ഇനി നമുക്ക് ഈ പുഡിങ് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു 2 മുതൽ 4 മണിക്കൂർ വരെ വെച്ചാൽ മതി. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കട്ടോ. അപ്പോൾ നമ്മളുടെ പൈനാപ്പിൾ പുഡിങ് നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. 2 മണിക്കൂർ എടുത്തിട്ടുള്ളൂ. പൈനാപ്പിൾ പുഡിങ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് സ്ലൈസ് ചെയ്യാം. പിന്നെ അതുപോലെ നമ്മളിപ്പോൾ ചൈന ഗ്രാസ് എടുക്കുമ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാ റെസിപ്പിയിലും ഞാൻ പറയുന്നതാണ്. കൂടുതലും ആവരുത്, കുറവും ആവരുത്. ഒരു മിതമായ രീതിയിൽ എടുക്കുക. നമ്മളിപ്പോൾ 2 കപ്പ് പാലിലേക്ക് ഒരു 6 ഗ്രാം അല്ലെങ്കിൽ 7 ഗ്രാം ചൈന ഗ്രാസ് മതി. അതിൽ കൂടുതൽ എടുക്കരുത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ പൈനാപ്പിൾ പുഡിങ് അധികം പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. കാരണം ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു പുഡിങ് പറഞ്ഞിട്ട്. എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് ചെയ്യാഞ്ഞത്. ഇപ്പോഴേ എനിക്ക് ടൈം കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഈ ഒരു റെസിപ്പി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് ആണ്. നല്ലൊരു ഫ്ലേവറാണ്. പുഡിങ് മൊത്തത്തിൽ നല്ലൊരു ഫ്ലേവറാണ്. പൈനാപ്പിളിൻ്റെ മൊത്തം ഫ്ലേവർ ഉണ്ട് ആ ഒരു പുഡിങ്ങിൽ. കണ്ടോ, എല്ലാ ഭാഗത്തും പൈനാപ്പിൾ കിടപ്പുണ്ട്. അപ്പോൾ 2 കപ്പ് പാലിലേക്ക് 2 കപ്പ് പൈനാപ്പിൾ ചോപ്പ് ചെയ്ത് തന്നെ വേണം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ അല്പം കൂടി ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഡ്രൈ ഫ്രൂട്ട്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമില്ല. അതുകൊണ്ടാണ് ഞാൻ റെസിപ്പിയിൽ പറയാഞ്ഞത്. പിന്നെ ഞാൻ അല്പം ചെറീസും ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്. ഇതിപ്പോൾ ഒട്ടും നിർബന്ധമില്ല കേട്ടോ. നമ്മൾക്ക് കഴിക്കാനാണെങ്കിൽ പൈനാപ്പിൾ മാത്രം മതി. ബദാം പോലും ആവശ്യമില്ല. ബദാം ചേർത്ത് കൊടുക്കുമ്പോൾ ചെറിയൊരു ക്രഞ്ചിനെസ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ പാർട്ടിക്കൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ ഇതുപോലെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ആദ്യം കട്ട് ചെയ്തത് എൻ്റെ മോളെടുത്ത് കഴിച്ചു. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പുഡിങ് ഇതുപോലെ ഇരിക്കും. മൊത്തത്തിൽ പൈനാപ്പിളിൻ്റെ ഫ്ലേവറാണ്, നല്ല ടേസ്റ്റിയാണ്. പൈനാപ്പിൾ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും കമൻസ് പ്രതീക്ഷിക്കുന്നു. കമൻസും സജഷൻസും ഒക്കെ നിങ്ങൾ എഴുതി അറിയിക്കുക, കമൻറ്റ് ബോക്സിൽ എഴുതുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്